ഒരു വെള്ളിയാഴ്ച രാത്രി ആഴ്ച മുഴുവൻ നീണ്ടു നിന്ന വർക്കൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു സിനിമ കണ്ട് റിലാക്സ് ചെയ്യാമെന്ന് കരുതി നിങ്ങൾ ടി വി ഓൺ ചെയ്യുന്നു. നിങ്ങളുടെ മുമ്പിൽ നെറ്റ്ഫ്ലിക്സും പ്രൈമും അടക്കം 4 ഒ ടി ടി സബ്സ്ക്രിപ്ഷൻസ്. ലോകത്തിലെ സകലമാന സിനിമകളും വിരൽത്തുമ്പിലുണ്ട്. പക്ഷേ ഒരു ഒന്നൊന്നര മണിക്കൂർ സ്ക്രോൾ ചെയ്ത് അവസാനം എന്ത് സംഭവിക്കും? ഒന്നുകിൽ 10-20 തവണ കണ്ട ആ പഴയ പടം തന്നെ വീണ്ടും കാണുന്നു. അല്ലെങ്കിൽ ഒരു സിനിമയും കാണാതെ നിങ്ങൾ മടുത്ത് ടി വി ഓഫ് ചെയ്ത് ഉറങ്ങാൻ പോകുന്നു. എന്നിട്ട് വീണ്ടും ഫോണെടുത്ത് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം ഓപ്ഷനുകൾ ഉണ്ടായിട്ടും നമുക്ക് ഒന്നും ആസ്വദിക്കാനോ തിരഞ്ഞെടുക്കാനോ കഴിയാത്തത്? ഇതിൻ്റെ പിന്നിലെ സൈക്കോളജി എന്താണ്? നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. ഐ ആം മജു. വെൽക്കം ബാക്ക് ടു മനസോളജിസ്റ്റ്. ഈ 21st സെഞ്ച്വറിയിൽ ഒരു സിനിമ കാണാൻ നോക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ പലരും ഫേസ് ചെയ്യുന്ന ഒരു വിചിത്രമായിട്ടുള്ള അവസ്ഥയാണത്. ഇതിനെ ദ പാരഡോക്സ് ഓഫ് ഇൻഫിനിറ്റ് സ്ക്രോൾ എന്ന് വിളിക്കാം. കാരണം ഇതൊരു വലിയ വിരോധാഭാസമല്ലേ? ലോകത്തുള്ള ഏത് സിനിമയും വിരൽത്തുമ്പിൽ കിട്ടുക എന്നത് വലിയൊരു സന്തോഷം നൽകേണ്ട കാര്യമല്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് ഈ അബണ്ടൻസ് അഥവാ ഈ അനന്തമായിട്ടുള്ള സമൃദ്ധി നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നത്? മനഃശാസ്ത്രപരമായിട്ട് നോക്കിയാൽ ഇതിന് കാരണം ചോയ്സ് ഓവർലോഡ് അല്ലെങ്കിൽ അനാലിസിസ് പാരാലിസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. പണ്ട് മനുഷ്യൻ കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്തെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ അന്ന് ഓപ്ഷനുകൾ കുറവായിരുന്നു. കിട്ടിയ പഴം എപ്പോൾ കഴിക്കണം എന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇന്ന് അതല്ലല്ലോ അവസ്ഥ. 100 കണക്കിന് റെസ്റ്റോറൻറ്റുകൾ, അതിൽ തന്നെ 100 കണക്കിന് ഐറ്റംസിൻ്റെ മെനു. സൂപ്പർ മാർക്കറ്റിൽ ഒരു ടൂത്ത് പേസ്റ്റോ അല്ലെങ്കിൽ സോപ്പോ വാങ്ങാൻ പോയാൽ പോലും 100 കണക്കിന് ഓപ്ഷൻസ് ഉണ്ട്. സിനിമകൾ ഉൾപ്പെടെയുള്ള എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ പണ്ടത്തെ ചാനലുകളിൽ നിന്ന് മാറി നിരവധി ഒ ടി ടി പ്ലാറ്റ്ഫോംസ്, പോരാത്തതിന് യൂട്യൂബും. പതിനായിരക്കണക്കിന് സിനിമകളും സീരീസുകളും വീഡിയോസും. ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് നമ്മളിങ്ങനെ കാണുമ്പോഴും നമ്മുടെ മെൻ്റൽ എനർജി ഇങ്ങനെ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമകളുടെ കാര്യം മാത്രം എടുത്താൽ ഓരോ തവണ നമ്മളൊരു സിനിമയുടെ തമ്പനയിൽ പോസ്റ്റർ കാണുമ്പോഴും ട്രെയിലർ കാണുമ്പോഴും നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, അതായത് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഭാഗം ആ ഓപ്ഷൻ നല്ലതാണോ എന്ന് അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓപ്ഷൻസ് കൂടുന്തോറും ഈ അനാലിസിസ് കൂടി വരും. ഒടുവിൽ ബ്രെയിനിലെ എനർജി മൊത്തമായിട്ട് അങ്ങ് ഡ്രെയിനായി പോകും. അങ്ങനെ തീരുമാനം എടുത്തെടുത്ത് ബ്രെയിന് തളർന്നു പോകുന്ന ഒരവസ്ഥ എത്തും. ഇതിനെയാണ് ഡിസിഷൻ ഫറ്റീഗ് എന്ന് വിളിക്കുന്നത്. ഇനി എന്നെ ഇപ്പം ഇതൊന്നും അത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതും ശരിയാണ്. കാരണം എല്ലാവരുടെയും ബ്രെയിനിനെ ഇത് അഫക്റ്റ് ചെയ്യണമെന്നില്ല. ഈ കാര്യത്തിൽ മനുഷ്യരെ വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: മാക്സിമൈസേഴ്സ് ആൻഡ് സാറ്റിസ്ഫൈസേഴ്സ്. ചിലർ മാക്സിമൈസേഴ്സ് ആണ്. അതായത് എന്തിനും ഏതിനും അവർക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ കിട്ടണമെന്നുണ്ടാവും. ഒരു സിനിമ കാണാൻ തീരുമാനിച്ചാൽ IMDb റേറ്റിംഗ് നോക്കും, റോട്ടൻ ടൊമാറ്റോസ് നോക്കും, യൂട്യൂബ് റിവ്യൂസ് നോക്കും. അങ്ങനെ സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ സമയം അവർ അത് ചൂസ് ചെയ്യാൻ വേണ്ടി കളയും. എന്നാൽ മറ്റ് ചിലർ സാറ്റിസ്ഫൈസേഴ്സ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏതെങ്കിലും ഒരു പടം കണ്ടാൽ അവർ ഹാപ്പിയാണ്. അതിൻ്റെ റേറ്റിങ്ങോ റിവ്യൂ ഒന്നും ഇവർക്കത്ര പ്രശ്നമൊന്നുമല്ല. ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മാക്സിമൈസേഴ്സിന് സ്ട്രെസ്സ് ലെവല് വളരെ കൂടുതലായിരിക്കും. കാരണം കഷ്ടപ്പെട്ട് അവർ അവസാനം ഒരു സിനിമ ചൂസ് ചെയ്താൽ പോലും ഇതിലും നല്ലത് മറ്റേ പടം ആവുമോ എന്നൊരു ചിന്ത അവരെങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ ചിന്ത വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു സിനിമ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള 10,000 സിനിമകളെ നിങ്ങൾ വേണ്ട എന്ന് വെക്കുകയാണ്. ഇതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ചോയ്സ് കൂടുന്തോറും ഈ വേണ്ടെന്ന് വെക്കുന്ന സിനിമകളെ പറ്റി ആലോചിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു തരം ആങ്സൈറ്റി ഉണ്ടാവും, ആൻറ്റിസിപ്പേറ്റഡ് റിഗ്രറ്റ്. അവസാനം ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റാതെ ഹ്യൂമൻ ബ്രെയിന് സ്തംഭിച്ചു പോവുകയാണ്. അതൊരു വല്ലാത്ത കഥയാണെന്ന് പറയുന്നത് പോലെ അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. 1980 റിലീസായ ദ ഗോഡ്സ് മസ്റ്റ് ബി ക്രേസി എന്ന സൗത്ത് ആഫ്രിക്കൻ സിനിമ കണ്ടിട്ടുണ്ടോ? സമാധാനപരമായിട്ട് ജീവിച്ചിരുന്ന ഗോത്ര മനുഷ്യരുടെ ഇടയിലേക്ക് ആകാശത്ത് നിന്ന് ഒരു കൊക്കോകോള കുപ്പി വീഴുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അതുപോലെയാണ് ഇൻഫിനിറ്റ് ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. ഒന്നുകിൽ നമ്മൾ ഓവർ തിങ്കിൽ പെട്ടുപോകും, അല്ലെങ്കിൽ ആ മാറ്റത്തെ നേരിടാൻ കഴിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കും. ഒരു സിനിമ കാണാൻ
അയൽപക്കത്തെ വീടിൻ്റെ ജനാലയിൽ തൂങ്ങി നിന്നിരുന്ന ആ പഴയ കാലം ഞാൻ ഓർത്തു പോവുകയാണ്. അന്ന് ഒരു CD അല്ലെങ്കിൽ ഒരു കാസറ്റ് കിട്ടുമ്പോൾ ആളുകളത് നിധി പോലെയാണ് കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. കാരണം അന്നത് കിട്ടാൻ വലിയ പ്രയാസമായിരുന്നല്ലോ. എന്നാൽ ഇന്ന് എല്ലാം ഡിജിറ്റലാണ്, ഈസിലി അവൈലബിൾ ആണ്. കണ്ടന്റുകൾ ഇങ്ങനെ വാരിക്കോരി കിട്ടുമ്പോൾ അവയോടുള്ള നമ്മുടെ ആത്മബന്ധം പോലും കുറയുന്നുണ്ട് എന്നാണ് 2021 ഒരു റിസർച്ച് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും കിട്ടും എന്ന ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ സിനിമകൾ ഉൾപ്പെടെയുള്ള പലതും ആസ്വദിക്കാനുള്ള മാനസികമായിട്ടുള്ള എഫേർട്ട് നമ്മുടെ ബ്രെയിന് ഇന്ന് എടുക്കുന്നില്ല എന്നതാണ് അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം. ഒരു സാധാരണ മനുഷ്യനെ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു ദിവസം ഏകദേശം 35,000 തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇതിൻ്റെ കൂടെയാണ് ഈ ഡിജിറ്റൽ സ്ക്രോളിങ്ങും കൂടി വരുന്നത്. ഇത് നമ്മുടെ നെർവ് സിസ്റ്റത്തിന് നൽകുന്ന ലോഡ് അത്ര നിസ്സാരമല്ല. അതുകൊണ്ട് തന്നെ പലരും ഈ ഒരു കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബിഞ്ച് വാച്ചിങ് ചൂസ് ചെയ്യാറുണ്ട്. അടുത്ത സിനിമ കാണാനുള്ള പുതിയൊരു തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം മുന്നിൽ കിട്ടുന്ന ഏതെങ്കിലും ഒന്നിൽ നമ്മൾ സെറ്റിൽ ചെയ്യുകയാണ്. പക്ഷേ ഇത് ലോങ് ടേമിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നുണ്ടോ എന്നത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ചുരുക്കി പറഞ്ഞാൽ പണ്ട് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം സിനിമ വന്നിരുന്ന കാലത്ത് നമുക്ക് ചോയ്സുകളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊന്ന് കാണാമായിരുന്നു എന്ന സങ്കടവും ഇല്ലായിരുന്നു. അന്ന് പലർക്കും TV ഇല്ലാത്തതൊക്കെയായിരുന്നു സങ്കടം. ഇന്ന് കയ്യിലെല്ലാം ഉണ്ട്, പക്ഷേ ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും ഈ മാക്സിമൈസേഴ്സ് എന്ന കാറ്റഗറിയിൽ പെടുന്ന മനുഷ്യർക്ക്. നിങ്ങൾ ഇതിലേത് കാറ്റഗറിയാണ്? ഒരു മാക്സിമൈസർ ആണോ അതോ ഒരു സാറ്റിസ്ഫൈസർ ആണോ? ഒന്ന് കമൻറ്റ് ചെയ്യൂ. കൂടുതൽ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള അറിവുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ക്യൂരിയസ് ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്.